കടക്കണിയിലാണ് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ മുഴുവൻ ഇളകിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ സമയത്തും ധൂർത്തിനൊരു കുറവുമില്ല. ഇത് പറഞ്ഞു അവസാനം നിങ്ങൾക്ക് തന്നെ നാണമില്ലേ എന്ന് പ്രേക്ഷകർ ചോദിച്ചു തുടങ്ങും. ആ തരത്തിലേക്കാണ് സംസ്ഥാന സർക്കാരിന് ധൂർത്ത് പോകുന്നത്. പുതിയ ധൂർത്ത് എന്താണ്? 20 കോടിയുടെ ധൂർത്താണ്. അതായത് സർക്കാരിൻ്റെ വാർഷികത്തിനായിട്ട് അതിൻ്റെ ചെലവിനായിട്ട് പന്തൽ കെട്ടി ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട്, അതായത് ഓരോ ജില്ലയിലും 1.5 കോടി രൂപ വീതമാണ് ചെലവഴിക്കുന്നത്. ചില്ലറ കണക്കല്ല, വലിയ ധൂർത്താണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഇത്രയും കടക്കണിയിലായിരിക്കുന്നു. സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ല. ആശാവർക്കർമാർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ കാര്യത്തിൽ അവർക്ക് ഇത്രയും തുച്ഛമായ പണം മാത്രമാണ് ലഭിക്കുന്നത്. ഇങ്ങനെ നിയമനങ്ങളില്ല. ഇങ്ങനെ ഒരു സംസ്ഥാനം അതിൻ്റെ അങ്ങേയറ്റത്തെ ബാധ്യതകളുടെ കൂമ്പാരവും ചുമന്നുകൊണ്ട് ഇത്രയും സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മടിയുമില്ലാതെ മറുവശത്ത് കോടികളാണ് ചെലവഴിക്കുന്നത്. അതായത് നമ്മൾ കണ്ടതാ, കേരളീയം പരിപാടി നടത്തുന്നു, നവകേരള യാത്ര. എവിടെയോ ഇപ്പോഴും ചെതലെടുത്ത് കിടപ്പുണ്ട്. എത്ര കോടിയുടെ ബസ്സാ? നിരന്തരമായി സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ നിരന്തരമായി ഈ തരത്തിൽ ധൂർത്താണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സർക്കാർ ഇത്തരം പരിപാടികൾ നടത്തണം എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു സർക്കാർ അതിൻ്റെ നേട്ടങ്ങൾ ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതികൾ ഇതെല്ലാം ജനങ്ങളിലെത്തിക്കാൻ സാധാരണഗതിയിൽ പരിപാടികൾ നടത്താറുണ്ട്. അതിനുപയോഗിക്കാറുള്ള സംസ്ഥാനത്തിൻ്റെ ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെയോ മീഡിയകളെയാണ്. മീഡിയകൾ, മറ്റുപാധികൾ, ഇതെല്ലാം അതുപോലെ തന്നെ നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടെയൊക്കെ ഇത്തരം അറിയിപ്പുകൾ കൊടുക്കുന്നു. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി അറിയിപ്പുകൾ കൊടുക്കാൻ ജനങ്ങളെ അറിയിക്കുക. പക്ഷേ ഇതല്ല. ഇവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് ഒരു അവസരമാക്കി മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം എന്ത് കണ്ടിട്ടാണ് സർക്കാർ, എന്ത് നേട്ടമാണ് ഇവർ ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്? ഇപ്പോൾ ആന്ധ്രയും തെലങ്കാനയൊക്കെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും അവരുടെ ബിസിനസ് അച്ചീവ്മെൻറ്റുകളും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഗ്രോത്തും ഒക്കെ വെച്ചിട്ട് അവർക്ക് ഒരുപാട് ആഘോഷിക്കാൻ കഴിയും. രാജ്യം മൊത്തം ഒരു പരസ്യം കൊടുക്കാറുണ്ട്. ഇത് പറയും, ഒരു പഴഞ്ചൊല്ലുണ്ട്, ആനയെ കണ്ടിട്ട് ആട് പാടില്ല എന്ന് പറയുന്നത്. അതുപോലെയാണ് സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത് ചെയ്യരുത്. ഇത് ദ്രോഹമാണ്, ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണത്. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് പറയാൻ എന്ത് നേട്ടങ്ങളാണുള്ളത്? ഒരു 85 വയസ്സായ ഒരു സ്ത്രീ, അന്നക്കുട്ടിയോ ആ പേര് ഞാൻ വിട്ടുപോയി, അവരെ പിച്ചച്ചട്ടിയും എടുത്ത് പിന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാതെ പിച്ചച്ചട്ടി എടുത്ത് തെരുവിലിറങ്ങിയ ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോഴും പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. എന്ത് നേട്ടം ഇവർ കൈവരിച്ചു? ഏത് മേഖലയിലാണ് ഇവർ നേട്ടം കൈവരിച്ചത്? ഈ കഴിഞ്ഞ ബജറ്റിന്റെ സമയത്ത് മാധ്യമപ്രവർത്തകര് KN ബാലഗോപാലിനോട് ചോദിച്ചു പുതിയ പദ്ധതികൾ. അപ്പൊ KN ബാലഗോപാൽ അറിയാതെ പറഞ്ഞതാണോ പൂർവ്വം പറഞ്ഞതാണോ എന്ന് അറിഞ്ഞിട്ടോ, എന്തായാലും സ്വയം അടിച്ചതുപോലെ, സ്വയം ചവിട്ടിലടിക്കുക എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഉള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇനി പുതിയ പദ്ധതികൾ. ഉള്ള പദ്ധതികൾ എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കട്ടെ എന്നാണ് പറയുന്നത്. അതായത് പദ്ധതികൾ ഇവിടുന്ന് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോഴും അതിനകത്ത് പുതിയ പദ്ധതികളില്ല. ജനങ്ങൾ എന്ത് കണ്ട് ആഘോഷിക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്ത് കണ്ട് ആഘോഷിക്കണം? 20 കോടി, ഒരു ജില്ലയിൽ 1.5 കോടി വീതം. ഈ ഇവരുടെ ആഘോഷ പരിപാടി തുടങ്ങുന്ന കാസർഗോഡ് നിന്ന്, അവിടെ 48,000 ചതുരശ്ര അടിയുള്ള പന്തൽ, ശീതീകരിച്ച AC ഉള്ള വലിയ പന്തലാണ് ഒരുക്കുന്നത്. അതിനകത്ത് സ്റ്റാളുകൾ, വിവിധ പരിപാടികൾ. ഒരു കാര്യം പറയട്ടെ, സാധാരണഗതിയിൽ ഒരു സർക്കാർ പൊതുസമൂഹത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മണി പമ്പിങ് നടത്താറുണ്ട്. അതായത് പ്രോഗ്രാമുകൾ നടത്തിയിട്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രോഗ്രാം അല്ല. ജനങ്ങൾ വന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മണി സർക്കുലേഷൻ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രോഗ്രാം അല്ല. സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് കൊടുക്കുന്ന ഒരു പ്രസ് റിലീസ് തീരേണ്ട കാര്യങ്ങളെയാണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങളെന്ന് പറഞ്ഞ് ഇവരുടെ ഇല്ലാത്ത നേട്ടങ്ങളെ ഊതിപ്പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നത്. ഞാൻ ആലോചിക്കുന്നത് പ്രിയന് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ച മുൻപ് ആലപ്പുഴയിൽ ഒരു പ്രോഗ്രാം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നതിന് മുന്നേ അവിടുത്തെ ചെറുകിട കച്ചവടക്കാരെല്ലാം ഒഴിപ്പിച്ചുകൊണ്ട് അവരുടെ ഉപജീവന മാർഗം വഴിമുട്ടിച്ചുകൊണ്ട് പിണറായി അവിടെ പരിപാടി നടത്തി. അതുപോലെ ഈ ജില്ലകളിൽ 14 ജില്ലകളിലും പരിപാടി ഉണ്ടാവുമല്ലോ. ഈ 14 ജില്ലകളിലുമുള്ള ഈ ചെറു കച്ചവടക്കാരുടെ അവസ്ഥ, ഈ പരിപാടി നടക്കുന്നതിൻ്റെ അന്ന് അവരുടെ വീട് പട്ടിണിയാണ്. ഈ ഡെയിലി ഈ പലിശയ്ക്കൊക്കെ പൈസ എടുക്കുന്നവർ കാണും, ഡെയിലി അടവൊക്കെ ഉള്ളവർ കാണും. ഇവരുടെ അന്നത്തെ പൈസ മുടങ്ങി, അന്നത്തെ അവരുടെ കുടുംബത്തിൻ്റെ ആശ്രയം പോയി. അപ്പോൾ എന്തൊക്കെ കോലാഹലങ്ങൾ ഇനി നമ്മൾ കാണേണ്ടി വരും. ഈ 1.5 കോടിക്ക് പുറമെ
ജനജീവിതം ദുസ്സഹമാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇനി കാണേണ്ടിയിരിക്കുന്നത്. അതായത് പണ്ട് കരുണാകരൻ പോകുന്ന റോഡിൽ ഇറങ്ങാൻ ആൾക്കാർക്ക് പേടിയായിരുന്നു. കാരണം വണ്ടി ആ രീതിയിൽ ആ സ്പീഡിലാണ് പോകുന്നത്. കരുണാകരന് രാവിലെ ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തണം. ആ രീതിയിൽ പായുന്ന പോലെയാണ് പിണറായി വിജയൻ നാട്ടിലേക്ക് പൊതുനിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അതെ, എന്തിനാ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി മനുഷ്യനെ ബുദ്ധിമുട്ടി ജനങ്ങളെ ജീവിക്കാനും അവർക്ക് മുന്നോട്ട് പോകാനും ഈ പറയുന്ന അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനുമായിട്ടാണ് ഒരു ഭരണകൂടം. അതിനു വേണ്ടിയിട്ടാണ് ഒരു മുഖ്യമന്ത്രി വേണ്ടത്. അല്ലാതെ ജനങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ അവരെ പട്ടിണിക്കിടാനും വേണ്ടിയിട്ടല്ല. അങ്ങനെ ഇടുന്ന ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ എന്തിനങ്ങനെ ഒരു ഭരണാധികാരിയെ ജനങ്ങൾ വിജയിപ്പിച്ച് കൊണ്ടുവരണമെന്നുള്ളതാണ് കേരളത്തിന് പറ്റിയ ഒരു അബദ്ധമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുക. അല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഒന്നുകിൽ BJP കൊണ്ടുവരണം. അതിന് ഇവിടുത്തെ കുറെ മാധ്യമങ്ങൾ ഒത്തുചേർന്ന് നിൽപ്പുണ്ട് എങ്ങനെയെങ്കിലും അത് ഇല്ലാതാക്കാനായിട്ട്. കാരണം ഒരു മൂന്നാം ബദൽ ഒരു സംവിധാനം വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് ചിലർ അനുവദിക്കാതെ ഇങ്ങനെ തടയിട്ട് നിർത്തുന്നു. പിന്നെ ഉള്ളത് UDF വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? മുഖ്യമന്ത്രി കസേരകൾക്ക് വേണ്ടിയുള്ള അടി തൊട്ട് തുടങ്ങും, പിന്നെ ഗ്രൂപ്പിസം തുടങ്ങും, പിന്നെ അഴിമതി കഥകൾ ഓരോന്നായിട്ട്, പിന്നെ സ്ഥിരം ഓരോ പെണ്ണ് കേസുകൾ ഈ സർക്കാരുകൾ ഭരിക്കുമ്പോൾ ഓരോ സ്ത്രീകളുടെ കേസുകൾ വരും. ഇത്തവണ എന്തോ അത് വന്നിട്ടില്ല ഇതുവരെ, സാധ്യതയുണ്ട് വരാൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉള്ളതിൽ ഭേദം തൊമ്മനെന്ന് പറയും പോലെ എന്നാ പിന്നെ ഇതെങ്കിൽ ഇത് ഇരിക്കട്ടെ, അതിലും ഭേദം ഇതാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് രണ്ടാം തവണ ഇവർ വിചാരിക്കുന്നത് ഇനിയും ഇവരെ തന്നെ തിരഞ്ഞെടുക്കും. എനിക്ക് തോന്നുന്നില്ല ഇനി പിണറായിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ ഒരിക്കലും ജനങ്ങൾ മൂന്നാമത് LDF തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ഒരു മുഖ്യമന്ത്രി, ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉമ്മൻചാണ്ടിയൊക്കെ ജനകീയനായ മുഖ്യമന്ത്രി എന്ന് പറയാനുള്ള കാരണം എന്താണ്? അദ്ദേഹം UDF മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പോലും ചെന്ന് അടുത്ത് ഇടപഴകി നമുക്ക് സംസാരിക്കാൻ കഴിയും, ഒരാവശ്യം നമുക്ക് പോയി ഉന്നയിക്കാൻ കഴിയും, ഒരാവശ്യങ്ങൾ പറയാൻ കഴിയും. ഈ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് നമുക്ക് ആർക്കെങ്കിലും പോകാൻ കഴിയും? ഉമ്മൻചാണ്ടിയെ നെഞ്ചിലാ കല്ലെറിഞ്ഞത്. അതെ, കണ്ണൂര് വെച്ചിട്ട് നെഞ്ചിലാ കല്ലെറിഞ്ഞത്. ആ ചില്ല് പൊട്ടി, കാറിന്റെ ചില്ല്. ഒന്ന് ആലോചിച്ച് നോക്കും. പിണറായി വിജയൻ പോകുന്ന ഇത് സംരക്ഷണ കവചങ്ങളും ഈ പറയുന്ന ഇതും മാധ്യമ പ്രവർത്തകർക്ക് പോലും അതിന്റെ അടുത്ത് എടുക്കാൻ പറ്റില്ല. പരിവാരങ്ങളുമായിട്ടാണ് പോകുന്നത്. 42 വാഹന വ്യൂഹത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പിണറായി വിജയന്റെ നേരെയാണ് അങ്ങനെ ഒരു കല്ലേറ് വന്നിരുന്നെങ്കിലോ ഒരു കേരളം ബാക്കി വെച്ചേക്കുമായിരുന്നു. ഇവിടെ ഈ DYFI-കാരന്മാരും CITU-കാരന്മാരും കൂടെ വന്ന് ഈ കേരളം ബാക്കി വെച്ചേക്കുമായിരുന്നു. മുഴുവൻ കോൺഗ്രസ്സുകാരെ മറ്റേ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സിഖ് കൂട്ടക്കൊല ചെയ്തതുപോലെ ഈ കോൺഗ്രസ്സുകാരെ ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെ കൊന്നുകളയില്ലായിരുന്നു. അവര് അടിച്ച് നശിപ്പിച്ച് ഒരു ബാക്കിയൊന്നും ഉണ്ടാവില്ല. ഒരു പരാജയമാണ് LDF സർക്കാർ എന്ന് പറയുന്നത്. ഒരു നമ്മുടെ കേരളം ഒരു ഗുണ്ടാ നേതാവിനെ സഹിക്കുന്നത് പോലെയാണ് ഒരു മുഖ്യമന്ത്രിയെ സഹിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഒരു പരാജയ ഭരണത്തെ വിജയഭരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ ചിലവഴിച്ച് നാട്ടുകാരെ അറിയിക്കാൻ ഇവർക്ക് നാണമില്ല എന്ന് ചോദിച്ചാൽ ഇവറ്റകൾക്ക് നാണമില്ല. അതുകൊണ്ട് എന്തും കാണിക്കും, എന്തും ചെയ്യും എന്നുള്ളതാണ്. അത്രയേറെ ധൂർത്താണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി. അത് കിഫ്ബിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ ധൂർത്തിന് വേണ്ടിയിട്ട്. പ്രചാരണങ്ങൾക്കായിട്ട് 27 കോടി രൂപ നേരത്തെ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ്ട് 19 കോടി രൂപ ഒറ്റയടിക്ക് സർക്കാരിന്റെ ആഘോഷത്തിനും പ്രചരണത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. മനുഷ്യപ്പറ്റില്ലാത്ത ഒരു സർക്കാരാണ് എന്നുള്ളതിന് ഇതിനപ്പുറം ഇനിയൊരു തെളിവ് വേണ്ട. തീർച്ചയായും അത്രയും ദയനീയമാണ് കേരളത്തിന്റെ അവസ്ഥ.